ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സിനിമാ നടൻ ജയറാം കുറച്ച് ദിവസമായിട്ട് ജയറാം എയറിൽ തന്നെയാണ്. അപ്പോൾ ഈ അടുത്ത ദിവസം സലീം കുമാർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് അവസാനമായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ജയറാം വന്നു. ഈ സലീം കുമാറിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തുണ്ടായ വന്നിട്ടുള്ള ഓരോ ആളുകളുടെയും വീഡിയോയുടെ അടിയിൽ വന്ന നെഗറ്റീവ് കമന്റുകൾ, അതുപോലെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ചന്തു മാധ്യമങ്ങളോട് പ്രതികരിച്ച രീതി, അത് ഏറ്റുപിടിച്ചിട്ട് പലരും പ്രതികരിച്ച രീതി, അതേപോലെ നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ച രീതി, ഇതൊക്കെ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ടുള്ളതാണ്. ഈ ഓരോ വ്യക്തികൾക്കായിട്ട് കുറെ നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് ജയറാം എന്ന് പറയുന്നത്. ജയറാം ഇദ്ദേഹത്തിന് സലീം കുമാറിനെ കാണാൻ വേണ്ടി വന്ന വീഡിയോയുടെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ജയറാം എയർ തന്നെയായിരുന്നു. ഈ നെഗറ്റീവ് കമന്റുകൾ ജയറാമിന് വന്നതുപോലെ ടിനി ടോമിനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ടിനി ടോമും അതേ കുറച്ച് ദിവസമായിട്ട് എയറിലായിരുന്നു. അപ്പൊ ഈ ലാസ്റ്റ് കുറച്ച് ഒരാഴ്ചയൊക്കെ ആയിട്ട് എയറിലുള്ള ആളുകൾ ഈ സലീം കുമാറിനെ കാണാൻ വന്ന സമയത്ത് വന്ന വീഡിയോന്റെ അടിയിലൊക്കെ വളരെയധികം നെഗറ്റീവ് കമന്റുകൾ അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ജയറാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജയറാം വളരെ വിനയത്തോടുകൂടെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. അതിവിനയം എന്ന് പറയാം. വളരെ താഴ്മയോടെ, നമ്മൾ പറയില്ലേ നടുവളച്ച് നിൽക്കുക, അത്രയും വിനയത്തോടെ നിൽക്കുക. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാ തോന്നും. ഈ അതിവിനയം കാണിക്കുന്ന ആളുകളെയൊക്കെ പലപ്പോഴും നമുക്ക് ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്യും. ഈ ഇന്ദ്രൻസ് എന്ന് പറയുന്ന നടനെ നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ഒരു വളർച്ചയൊക്കെ നമ്മൾക്ക് അത്ഭുതം തോന്നുന്ന വിധത്തിലുള്ളതാണ്. കാരണം ഒരു ചെറിയ ഹാസ്യ നടനായിട്ട് ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിങ് നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യ കാലത്തൊക്കെ അദ്ദേഹത്തിനെ കൊടക്കമ്പി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച് അങ്ങനത്തെ രീതിയിലുള്ള ഒരു നടനായിരുന്നു ഇന്ദ്രൻസ് എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് കൊണ്ട്, അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള കഴിവുകൊണ്ട് ഇന്ന് വളരെ ശക്തമായ റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് ഇന്ദ്രൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ദ്രൻസിന്റെ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു വിനയുണ്ട്. ഭയങ്കരമായിട്ട് ആളുകളുടെ കീഴെ നിൽക്കുന്നത് പോലുള്ളൊരു വിനയം കാണുമ്പോൾ അദ്ദേഹം വളരെ പാവ മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ് ഒക്കെ നമുക്ക് അറിയാച്ചാലും ആ ഒരു വിനയം കാണുമ്പോൾ നമുക്കതൊരു ഫേക്ക് ആണോ എന്നുള്ള തോന്നൽ വരും. അതേപോലെ തന്നെയാണ് ജയറാമിന്റെ കാര്യം പറയുകയാണെങ്കിലും ജയറാമിനെയും നമുക്ക് പലപ്പോഴും ഇതൊരു ഫേക്ക് വിനയല്ലേ, അതിവിനയം എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു ആളുകളെ പറ്റിക്കുന്ന രീതിയിലുള്ള വിനയല്ലേ എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ജയറാം ഒരു മലയാളിയായിട്ടാണ് നമ്മൾ ആദ്യ കാലത്തൊക്കെ കാണുന്നത്. പത്മരാജന്റെ ഫിലിമിലൊക്കെ വരുന്ന കാലത്താണെങ്കിലും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകൾ ചെയ്ത രീതിയിലാണെങ്കിലും ജയറാമിനെ നമ്മളൊരു മലയാളിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. വെറും ഒരു മലയാളിയായിട്ടുള്ള നമ്മൾ അടുത്ത വീട്ടിലൊരാള് എന്നുള്ള രീതിയിലാണ് നമ്മൾ ജയറാമിനെ കണ്ടിട്ടുള്ളത്. പക്ഷെ ജയറാം പലപ്പോഴും ഒരു തമിഴ് പാശം കാണിക്കാറുണ്ട്. എന്ന് വെച്ചാൽ തമിഴ്നാടുമായിട്ടൊരു അടുത്ത കണക്ഷൻ എപ്പോഴും, അല്ലെങ്കിൽ തമിഴ് സിനിമയിൽ പോയിട്ട് അഭിനയിക്കുന്നത്. ഇവിടെ എത്രയോ മലയാള നടന്മാര് തമിഴിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും നമ്മള് മലയാളത്തിലൊക്കെ നല്ല ലീഡിങ് റോളുകൾ ചെയ്തിരിക്കുന്ന സമയത്തും ജയറാം അവിടെ പോയിട്ട് കുറേ ഒരു 5-6 നടന്മാരുള്ള സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളിൽ അല്ലെങ്കിൽ വെറും കോമഡി വേഷങ്ങളിൽ, പരിഹസിക്കപ്പെടുന്ന വേഷങ്ങളിൽ തമിഴിൽ റോള് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും അഭിനയിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ജയറാമിന്റെ തമിഴ് കണക്ഷൻ, അമ്മ പാലക്കാട്ടുകാരി, അങ്ങനെ എന്തോ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ജയറാം അതൊരു തമിഴിനോടൊരു പ്രത്യേക ഇഷ്ടമുള്ളത്. പിന്നെ ജയറാം പണ്ടേ മുതൽ സിനിമയിൽ വന്ന കാലം മുതലേ മദ്രാസ് തന്നെയാണ്, അവിടെയാണ് വീട് വെച്ചത്, അവിടെയാണ് സെറ്റിൽ ആയത്. ജയറാമിന്റെ മകൻ കാളിദാസ് ഒക്കെ അറിയാം, ഒരു തമിഴ് സ്റ്റൈലിലാണ് എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ ഒരു തമിഴ് രീതിയോട് ജയറാമിന് ഭയങ്കര അമിതമായിട്ടുള്ളൊരു വിധേയത്തുള്ളതായിട്ട് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ജയറാമിന്റെ ഒരു ഇന്റർവ്യൂ ആണ് ഇപ്പൊ അടുത്ത സമയത്ത് വളരെ വിവാദമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ജയറാം ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു, തമിഴില് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. തമിഴ് നടൻ ശിവാജി ഗണേശന്റെ മകനാണ് അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ശിവാജി ഗണേശന്റെ അതേ ഒരു ശബ്ദമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, റുബുവിന്റെ ഏട്ടൻ. ശിവാജി ഗണേശന്റെ അതേ ഒരു ശബ്ദമൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് വളരെ വിനയത്തോടു കൂടിയാണ് ഈ ജയറാം പെരുമാറുന്നത്. അത്ര വിനയം എന്ന് പറഞ്ഞാല് കൂരി ഇരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വളരെ ഒരു കാൽക്കീഴിലിരിക്കുന്ന ഭാവത്തിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ആ ഇന്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ ശിവാജി ഗണേശന്റെ അതേ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ മകന്. അപ്പോൾ ശിവാജി ഗണേശൻ വിളിക്കുന്ന പോലെ ജയറാം എന്ന് തന്നെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ എന്തോ ഒരു വേറെ ലോകത്തിരിക്കുന്ന പോലെ ചെവി പ്രത്യേകം വട്ടം പിടിച്ച് ആ ശബ്ദം കേട്ട് പുളകിതനായി കണ്ണിന്ന് വെള്ളം വന്ന് ഒക്കെയാണ് ആ ഇന്റർവ്യൂ കൊടുക്കുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും, അയ്യോ എന്തൊരു ഫേക്കാണ് ഈ മനുഷ്യൻ തോന്നുന്ന വിധത്തിലാണ് ആ ഇന്റർവ്യൂ കൊടുക്കുന്നത്. ആ ഒരു ഇന്റർവ്യൂവിൽ ജയറാം പറഞ്ഞൊരു കാര്യം, 2020 എന്ന് പറയുന്ന സിനിമയുടെ അവസാനത്തെ ഒരു സീനില് നമ്മുടെ പ്രമുഖ നടന്മാരൊക്കെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വരുന്ന 5 പേര് നടന്നു വരുന്നൊരു സീനാണ് അവസാനമായിട്ടുള്ളത്. അതിൽ ജയറാം ഉണ്ടായിരുന്നു. അത്രയും ഒരു 2020 പറയുന്നൊരു സിനിമ നമുക്കറിയാം, മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല. മലയാളത്തിലെ എല്ലാ നടന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ദിലീപൊക്കെ അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച്, ജോഷിയൊക്കെ അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചെടുത്തൊരു സിനിമയാണ് 2020
2020 പറയുന്നത്. അതിലൊരു പ്രമുഖ നടന്മാരുടെ ഒരു സീനില് അവസാനം ആ സിനിമയുടെ ടൈറ്റിൽ ലാസ്റ്റ് എഴുതി കാണിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെ ഒരു സ്ഥാനത്ത് വരേണ്ട ജയറാം ആ ഒരു സീനിൽ വന്നില്ല. അതിന് ആ ഒരു സീനിന്റെ ഫോട്ടോയും കൊണ്ടിട്ടാണ് ജയറാം വരുന്നത്. എന്നിട്ട് ആ ജയറാം ആ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഫോട്ടോ കണ്ടോ, ഇതിൽ ഞാനും കൂടെ വരേണ്ടതായിരുന്നു, പക്ഷെ ഞാനിതിലില്ല. കാരണം എന്താന്ന് വെച്ചാല് അന്ന് ഞാൻ വീട്ടില് ദീപാവലി ആഘോഷിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ജോഷി സാർ ചോദിച്ചു എന്നോട്, നിങ്ങൾക്ക് സിനിമയാണോ വലുത് അതോ ദീപാവലിയാണോ വലുത്, അല്ലെ കുടുംബമാണോ വലുത് എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ദീപാവലിയാണ് വലുത്. എന്നിട്ട് ഞാൻ ആ ഒരു സീനിൽ അഭിനയിക്കാതെ ദീപാവലി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കുടുംബത്തിനോടൊപ്പം മദ്രാസിലായിരിക്കണം ചെന്നൈയിൽ വന്നിട്ട് ചേർന്നു. അങ്ങനെ ഞാൻ ആ സിനിമയുടെ സീനിൽ ഉണ്ടായില്ല. എന്ന് വെച്ചാൽ എനിക്ക് സിനിമയെക്കാട്ടിലും പ്രധാനമാണ് ഈ തമിഴ്നാട്ടിലെ ദീപാവലി എന്ന് പറയുന്ന ആഘോഷം, അല്ലെങ്കിൽ എന്റെ കുടുംബം എന്നുള്ള രീതിയിൽ ആ ഒരു ഇന്റർവ്യൂവിൽ ജയറാം കൊടുക്കേണ്ടായി ഒരു കാര്യങ്ങൾ പറയണ്ടായി. സോഷ്യൽ മീഡിയ അല്ലേ, കള്ളത്തരം അതേപോലെ കയ്യോടെ പിടിക്കും. ജയറാമിന്റെ ഒരു സിനിമ തമിഴിൽ വന്നിട്ടുണ്ട്. ആ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ തരം ഇന്റർവ്യൂകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തമിഴ്നാടിനെ അത്രയും സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ ഉണ്ടാക്കി ജയറാം അവിടെ പറഞ്ഞത്. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാര്യം എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും കള്ളത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കയ്യോടെ പിടിക്കാനുള്ള എല്ലാ കഴിവും സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട്. ജയറാം പണ്ട് മലയാളത്തിലൊരു ഇന്റർവ്യൂ കൊടുത്തു. എന്ന് വെച്ചാൽ ഏതോ ഒരു മലയാള സിനിമ ഇറങ്ങുന്ന സമയത്ത് ജയറാം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ ജയറാം ഇതേ കഥ പറയുന്നുണ്ട്. ഈ 2020 അവസാന സീനിൽ ഞാൻ ഉണ്ടായില്ല. ജോഷി സാർ എന്നോട് ചോദിച്ചു, സിനിമയാണോ നിനക്ക് വലുത് ശബരിമലയാണോ വലുത് എന്ന് ചോദിച്ചു. എന്ന് വെച്ചാല് ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ജയറാം ഈ അവസാന സീനിൽ അഭിനയിച്ചില്ല എന്ന് കേരളത്തിൽ ഇന്റർവ്യൂ കൊടുത്തപ്പോ ജയറാം പറഞ്ഞു. അത് തന്നെ ഒരു ഇരട്ടത്താപ്പോ ഫേക്കോ ഒക്കെ ആയിട്ടുള്ള കാര്യമാണ്. മലയാളത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ കേരളക്കാരെ സോപ്പിടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ശബരിമലയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചില്ല എന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്നതിന്റെ സമയത്ത് ഞാൻ ദീപാവലി കൂടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചില്ല എന്ന് പറയുന്നു. അത് എത്രമാത്രം ഫേക്കാന്നുള്ളത് സോഷ്യൽ മീഡിയ കണ്ടുപിടിക്കുന്നു. ജയറാം നേരെ എയറിൽ പോകുന്നു. അതാണ് അന്ന് സംഭവിച്ചത്. ജയറാം എന്ന് പറയുന്ന നടനെ നമുക്ക് വളരെയധികം ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന സിനിമകൾ ജയറാമിന്റെ സിനിമകളാണ്. ജയറാമിന്റെ സിനിമകളായതുകൊണ്ടെന്നല്ല, അത്ര നല്ല സിനിമകൾ ജയറാം ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ സിനിമകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ മഴയിൽക്കാവടി ആണെങ്കിലും, അതേപോലെ പൊന്മുട്ടയിടുന്ന താറാവാണെങ്കിലും, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളാണെങ്കിലും, അയലത്തെ അദ്ദേഹമാണെങ്കിലും, മേലെപ്പറമ്പിലാണ് വീടാണെങ്കിലും, അതേപോലെ അനിയമ്പാവ ചേട്ടമ്പാവയാണെങ്കിലും, ദില്ലിവാല രാജകുമാരനാണെങ്കിലും, ഇതൊക്കെ ഞാൻ റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ള സിനിമകളാണ്. ജയറാം എന്ന് പറയുന്ന നടനെ നമുക്കൊക്കെ ഇഷ്ടമുള്ളതുമാണ്. പക്ഷേ ഇത്തരം ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ അത് മനസ്സിലാക്കും. ഇത്തരം ഒരു ഇന്റർവ്യൂ കൊടുത്തു കഴിയുമ്പോൾ ആളുകൾ അത് മനസ്സിലാക്കും. അതേപോലെ തന്നെ ജയറാം ഈ മലയാള സിനിമയിലൊക്കെ ആരെങ്കിലും മരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വളരെ അത്രയും വർഷം ഒരുമിച്ച് അഭിനയിച്ച ആളുകളൊക്കെ മരിക്കുന്ന സമയത്ത് പോലും വരാറില്ല, അതിലൊന്നും കൂടാറില്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ നോട്ടീസ് ചെയ്യുന്ന കാര്യമാണ്. ഈ ശ്രീനിവാസ് എന്ന് പറയുന്ന നടൻ, നമുക്കറിയാം ജയറാമിന്റെ എത്രയോ ഹിറ്റുകൾക്ക് കാരണക്കാരനായിട്ടുള്ള ആളാണ് ശ്രീനിവാസ് എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ തിരക്കഥയില്, അദ്ദേഹത്തിന്റെ കഥയില്, അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചിട്ട് എത്രയോ സിനിമകൾ ജയറാം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ജയറാമിന്റെ ഒരു വിജയത്തിന് കാരണം എന്ന് തന്നെ പറയാവുന്ന ഒരാളാണ് ശ്രീനിവാസ് എന്ന് പറയുന്നത്. ശ്രീനിവാസൻ മരിച്ച സമയത്ത് ജയറാം അദ്ദേഹത്തിന് അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ വന്നിട്ടില്ല എന്നുള്ളത് അന്നേ സോഷ്യൽ മീഡിയ നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. പലരും നെഗറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ട്, ജയറാം എന്തുകൊണ്ട് വന്നില്ല, ശ്രീനിവാസനുമായിട്ട് എത്ര അടുത്ത ബന്ധമുള്ള ആളാണ് എന്നിട്ടും വന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ അന്ന് ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. അന്ന് ജയറാം അതിന് പറഞ്ഞൊരു മറുപടി, ഞാൻ ഷൂട്ടിങ്ങിന്റെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് വരാതിരുന്നത്. ഞാനൊരു ദിവസം അവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ അത് ബാധിക്കും, ഒരുപാട് പേർക്ക് നഷ്ടം ഉണ്ടാവും, ഒരുപാട് പേരുടെ ജോലി മുടങ്ങിപ്പോവും, ഒരുപാട് പേരുടെ പണം ഒരു മുടക്ക് വരും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാം, ഈ ഒരു സിനിമയിൽ 2020 അവസാന സീനിൽ അഭിനയിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ ജോഷി സാർ ചോദിക്കുന്നുണ്ട്, 2020 സിനിമയിൽ അഭിനയിക്കുന്നതാണോ അതോ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണോ വലുതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് വലുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശ്രീനിവാസൻ എന്ന് പറയുന്നൊരു മഹാനടൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിന് അവസാനമായി കാണുന്നതാണോ അതോ സിനിമയാണോ വലുതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സിനിമയാണ് വലുത് എന്ന് പറയുന്നതും ഒരു ഇരട്ടത്താപ്പല്ലേ എന്ന് സോഷ്യൽ മീഡിയ ചോദിച്ചു പോകും. അത്രേ സംഭവിച്ചിട്ടുള്ളൂ അവിടെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജയറാം എയറിൽ പോയത് എന്നുള്ളതാണ്.
അപ്പൊ ഇങ്ങനെ ഫേക്കായിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ആളുകൾ മനസ്സിലാക്കിയിട്ടാണ് ഇത്രയും കാലം ജയറാം എന്ന് പറയുന്ന നടനെ കുറിച്ച് നമ്മൾ നെഗറ്റീവുകളൊന്നും പറയുന്നില്ലെങ്കിലും ഇപ്പോ ജയറാം ഈ ഏറി പോകാനുണ്ടായിട്ടുള്ള കാരണം, ജയറാം കുറേ വർഷം മുൻപ് ഇതേപോലെ ഇന്റർവ്യൂവിൽ പെട്ടുപോയിട്ടുണ്ട്. അതൊരു ചെറിയ രീതിയിലുള്ള പെടലായിരുന്നില്ല, നല്ല പെടലായിരുന്നു. കുറേ വർഷം മുൻപാണ്, രണ്ടായിരങ്ങളിൽ അല്ലെങ്കിൽ 2009 2010 ആ കാലത്ത് എപ്പോഴാണെന്ന് തോന്നുന്നു. അപ്പോൾ ജയറാം ഒരു ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അതിൽ ആ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ വേലക്കാരികൾ, അവർ ചെന്നൈയിലാണ് താമസിക്കുന്നത്, അപ്പൊ നിങ്ങളെ വീട്ടിൽ വേലക്കാരികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഭാര്യനെക്കാട്ടും നിങ്ങൾക്ക് വേലക്കാരികളോട് താല്പര്യം തോന്നാറുണ്ടോ എന്നുള്ള രീതിയിൽ എന്തോ ഒരു ചോദ്യം. അത് കുറെ മുൻപ്, നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവ് ആവുന്നതിന് മുൻപുള്ള ചോദ്യമാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇവർ ജയറാം പറയുന്ന ആൻസർ, ഈ തമിഴ് സ്ത്രീകളൊക്കെ കറുത്ത് ആണ് അല്ലെങ്കിൽ എരുമകളെ പോലെ അങ്ങനെ എന്തോ ഒരു ഉപമ നടത്തുന്നുണ്ട്. അപ്പൊ പിന്നെ എനിക്ക് ഭാര്യയെക്കാട്ടിലും ഈ തമിഴ് സ്ത്രീകളോട് താല്പര്യം തോന്നേണ്ട കാര്യമില്ലല്ലോ എന്ന് വളരെ കോമഡി ആയിട്ട് സാധാരണ പോലെ ജയറാം പറയുന്നുണ്ട്. അന്നത് വലിയ വിഷയമായി. തമിഴ്നാട്ടിലെ ദളിത് സംഘടനകള് അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തി. ജയറാമിനെതിരെ വളരെ ഹെയ്റ്റ് ക്യാമ്പയിൻ തമിഴ്നാട്ടിലുണ്ടായി. അതിനെ തുടർന്നിട്ട് ജയറാമിന്റെ വീട് ആക്രമിക്കുകയുണ്ടായി. ഈ പ്രതിഷേധക്കാരൊക്കെ കൂടെ ജയറാമിന്റെ വീട്ടിൽ പോയിട്ട് ജയറാമിന്റെ വീടിന് തീയിട്ടു. പെട്രോൾ നിറച്ച കുപ്പി എറിഞ്ഞിട്ടോ എന്തോ അറിയില്ല, തീയിട്ടു. ജയറാമിന്റെ മുന്നിലുള്ള ലിവിംഗ് റൂം മുഴുവൻ കത്തി നശിച്ചു. അന്ന് ജയറാമിന് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ ഈ ലിവിംഗ് റൂമിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഷെൽഫിൽ. അത് മുഴുവൻ കത്തിപ്പോയി. അതിൽ ജയറാം പിന്നീട് ഇന്റർവ്യൂകളിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ഏറ്റവും വിഷമായത് കാളിദാസിന് കിട്ടിയ മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ്, ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കാണെന്നാണ് ഓർമ്മ, ആ അവാർഡ് വരെ കത്തിപ്പോയത് എനിക്ക് വളരെ വിഷമമുണ്ടാക്കിയെന്ന് ജയറാം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ആ വീട്ടിൽ പാർവതി ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു വേലക്കാരി മാത്രമേ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഈ ആക്രമണം ഉണ്ടാവുന്നത്. വളരെ ഒരു വലിയ വാർത്തയായിരുന്നു അന്ന്. അപ്പോൾ ജയറാം ഈ ഇന്റർവ്യൂവിലൂടെ ഏറെ പോകുന്നത് ഒരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണെന്ന് പറയാം. എന്ന് വെച്ചാൽ ചിന്തയില്ലാതെ പറയുന്ന, അപ്പോഴത്തെ ഒരു രസത്തിനോ വേണ്ടി പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണത്. പിന്നെ ജയറാം അമിതമായിട്ട് ഈ തമിഴ്നാടിനോട് വിധേയത്വം കാണിക്കുന്നു എന്ന് പറഞ്ഞാലും തമിഴ്നാട്ടിലെ സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ ഒരു മോശം പരാമർശം നടത്തിയോണ്ടാണ് ജയറാമിന്റെ വീട് ആക്രമിച്ചതും ജയറാമിനെതിരെ ഇത്രയും ഹേറ്റ് ക്യാമ്പയിൻ അന്ന് ഉണ്ടായതും എന്നുള്ളതാണ്. എന്തായാലും ജയറാം ഏറി പോകേണ്ട ആളാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തോന്നിപ്പോകും. കാരണം അത്രയും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പല രീതിയിൽ, ഇതിലും എത്രയോ ഫേക്ക് ആയിട്ടുള്ള മോശമായിട്ടുള്ള ആളുകൾ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ വളർത്തിവിട്ട കുറേ ആളുകൾ ഉണ്ടായിരിക്കും. നമ്മൾ അവരുടെ സിനിമ ഇഷ്ടപ്പെട്ട് അത് കണ്ട് അങ്ങനെ വളർന്നു വന്നിട്ട് പിന്നെ ഒരു ഫേക്ക് പോലെ ഇവിടെ വന്നിട്ട് കേരളത്തിനോട് ഇഷ്ടം എന്ന് പറയുന്നു, തമിഴ്നാട്ടിൽ ചെന്നിട്ട് തമിഴ്നാടിനോട് ഇഷ്ടം എന്ന് പറയുന്നു. അങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ആളുകൾ തീർച്ചയായിട്ടും മേറിൽ കയറ്റി വിടുന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഈ സലീം കുമാറിനെ കാണാൻ വന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു 1-2 ആഴ്ചയായിട്ട് ജയറാമിനെ കുറിച്ച് ഇത്രയും ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നതുകൊണ്ടാണോ ജയറാം സലീം കുമാറിനെ അവസാനമായിട്ട് കാണാൻ വന്നത് എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകുന്നതാണ്. എന്ന് വെച്ചാൽ പോയൊരു ഇമേജ് തിരിച്ചു പിടിക്കുക എന്നുള്ള രീതിയിലുള്ള ആണോ വന്നത് എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകുന്നുള്ളതാണ്. കാരണം അത്രയും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വളർച്ചയ്ക്ക് കാരണക്കാരനായ എന്ന് പറയാവുന്ന ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ലെജൻഡ് മരിച്ചു കഴിഞ്ഞിട്ട് കാണാൻ പോലും വരാതിരുന്ന ഒരു വ്യക്തി സലീം കുമാർ മരിച്ചപ്പോൾ പെട്ടെന്ന് വരുന്നു. അതിനെക്കാട്ടിലും എത്രയോ വർഷത്തെ ബന്ധമായിരിക്കും ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാറ്റിവെക്കാവുന്ന ഒന്നും എന്തിനും വേണ്ടി മാറ്റിവെക്കേണ്ടതല്ലാതെ, അപ്പോൾ ആ സമയത്ത് ശ്രീനിവാസന്റെ മരണസമയത്ത് വന്ന് കണ്ടില്ല എന്നുള്ളതിനൊക്കെ ഒരുപാട് പേര് കമന്റ് ഇട്ടിരുന്നു. ഒരു പക്ഷേ അവർക്ക് ചില ആളുകളുണ്ടല്ലോ മരിച്ച വീട്ടിൽ പോവാനോ ഒന്നും താല്പര്യപ്പെടാത്ത, ഇഷ്ടപ്പെടാത്ത, വിഷമിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ എനിക്കുണ്ട്, അപ്പൊ ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഫേസ് കാണാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ കാണാതിരിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. ആ രീതിയിലായിരിക്കാം അദ്ദേഹം വരാതിരുന്നത് എന്നൊക്കെ അന്ന് ചർച്ചകൾ നടന്നിരുന്നു. എന്നിട്ടും ആ പറയുന്ന ജയറാം സലീം കുമാർ മരിച്ചപ്പോൾ ഇത്രയും ഒരു വിവാദങ്ങൾ നിൽക്കുമ്പോൾ ഇമേജ് ഒന്ന് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ വന്നത് സംശയിച്ചു പോവും. എന്തായാലും അതും അദ്ദേഹത്തിന് നെഗറ്റീവായിട്ടാണ് ബാധിച്ചത് എന്നേ പറയാനുള്ളൂ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന കാര്യം, അതിൽ വളരെ ആക്റ്റീവായിട്ടിരിക്കാത്ത ഒരാൾക്ക് ഒരു പക്ഷേ അതിൻ്റെ ഒരു എങ്ങനെ അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഈ അവിടെ പോയിട്ട് ദീപാവലി, ഇവിടെ പോയിട്ട് ശബരിമല എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്നേ പറയാനുള്ളൂ. ഈ അശ്വന്ത് കോക്ക് അതിനെക്കുറിച്ചൊരു കമന്റ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചാനലിൽ കണ്ടിരുന്നു. ഇനി ഇദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ മെക്കെ പോയതാന്ന് പറയുമോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു.
അത്രയും ഫേക്കാണോ അദ്ദേഹം അറിയില്ല. എന്തായാലും നമ്മൾ കണ്ടു കഴിയുമ്പോൾ അമിതമായ വിനയം, ആവശ്യമില്ലാത്ത വിനയം, ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പോലെ, സ്വന്തം ഇമേജ് എന്തോ നന്നാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ, അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ സലീം കുമാറിനെ കാണാൻ വന്നതൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് നല്ല ആ സാഹചര്യത്തിൽ സാധിച്ചിട്ടുണ്ടായിരിക്കാം, വരാൻ പറ്റിയൊരു സാഹചര്യമായിരിക്കാം, കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ട് വന്നതായിരിക്കാം. നമ്മൾ ഈ വെറുതെ പോയി നെഗറ്റീവ് കമൻറ്റ് പറയുന്നതിലും വലിയ അർത്ഥം ഉണ്ടാവാൻ തോന്നുന്നില്ല. എന്തായാലും എല്ലാവർക്കും നന്ദി.